ഇതിപ്പോൾ സൗദി അറേബ്യയിൽ സൗദി വനിതകളുടെയും ഒപ്പം തന്നെ വിദേശ വനിതകളുടെയുമെല്ലാം നിക്ഷേപത്തിൻ്റെ കാലമാണ്. പക്ഷേ ഇതൊന്നുമില്ലാത്ത, അത്തരം അവസരങ്ങളൊന്നും സൃഷ്ടിക്കപ്പെടാത്ത ഒരു കാലത്ത് 1990കളിൽ ഇവിടെ എത്തിയ ഒരു മലയാളി വനിതയുണ്ട്. അവർ സൃഷ്ടിച്ചെടുത്ത ഒരു ബ്രാൻഡുണ്ട്. സുനിത സുരേഷ് എന്ന അവരുടെയും അവരുടെ ബ്രാൻഡായ അൽബീനിയയുടെയും കഥയാണ് ഈ പറയുന്നത്. 1994 സൗദി അറേബ്യ എണ്ണയുടെ തിളച്ചുമറിയലിൽ പുതിയ ആകാശത്തെ കാണുന്ന കാലം. സാമൂഹികമായി അത്ര വികസനമായിട്ടില്ല. വനിതകൾക്ക് സാധ്യത നന്നേ കുറവ്. ആ കാലത്താണ് സുനിത എന്നൊരു കന്യാകുമാരിക്കാരി സൗദിയിലേക്ക് വിമാനത്തിലെത്തുന്നത്. ഇന്ന് സൗദിയിലെ ബ്യൂട്ടി ഹെൽത്ത് കെയർ മേഖലയിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് ഈ വുമൺ എന്റർപ്രണറും അവരുടെ അൽബീനിയ ബ്യൂട്ടി കെയറും. ഹെൽത്ത് കെയർ മേഖലയിൽ അൽബീനിയ ബ്യൂട്ടി കെയർ എന്ന പേരിൽ ഇന്ന് 8 ബ്രാഞ്ചുകളുണ്ട് ഈ വനിതക്ക്. ജീവനക്കാരായി വിവിധ രാജ്യങ്ങളിലെ 180ലധികം വിദഗ്ധരും. ജീവിത പങ്കാളി തിരുവനന്തപുരം സ്വദേശി ഹെൻറി സുരേഷിന്റെ പിന്തുണ, ഭാഷയും വേഷവും തീരെ പരിചയമില്ലാത്ത അറബ് നാട്ടിൽ സുനിതക്ക് ബലമായി. 2 മക്കളായ ശേഷമാണ് സുനിത നാട്ടിൽ പോയി ബ്യൂട്ടീഷ്യൻ കോഴ്സ് പൂർത്തിയാക്കി സൗദിയിൽ തിരിച്ചെത്തി ആദ്യ ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്. വുമൺസിന് ജോബ് ഓപ്പർച്യൂണിറ്റി വളരെ കുറവായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നാട്ടിൽ പോയി ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച് വന്നാലോ എന്നുള്ള ഇതിൽ ഞാൻ നാട്ടിൽ പോയി ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞിട്ട് ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞിട്ട് വന്ന് ഇവിടെ പാർലറിൽ ജോലി തുടങ്ങി. ജോലി ചെയ്യുന്ന പാർലറിൽ അന്ന് ഇന്ത്യൻ സ്വദേശിയായി സുനിത മാത്രം. ഇവിടെ നിന്നാണ് പുതിയ ഭാഷയും അറബ് മേക്കപ്പിന്റെ ആദ്യ പാഠങ്ങളും പഠിക്കുന്നത്. ജോലിയിലെ അർപ്പണബോധം കൊണ്ട് തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് സുനിതയെ മാത്രം തേടി സേവനത്തിനായി നിരവധി പേരെത്തി. ഫുള്ളി ഗ്ലാസ് ഇതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്കും ഒക്കെ അവർക്ക് പുറത്ത് നിന്ന് ലേഡീസിന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ എല്ലാവരും പുറത്ത് നിന്ന് നോക്കിയിട്ട് ഞാൻ തന്നെ ഹെയർ കട്ട് ചെയ്യണമെന്നോ എല്ലാ വർക്കും ചെയ്യണമെന്ന് ഇരിക്കുമായിരുന്നു. അവിടെ ക്യൂ ആയിരുന്നു. അവിടെ എനിക്ക് ആ എക്സ്പീരിയൻസ് ഒന്നും ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു എൻ്റെ ജീവിതത്തിൽ. റിയാദിലെ റബുവ കോമ്പൗണ്ടിൽ ഗ്രേസ് ബ്യൂട്ടി കെയർ എന്ന പേരിലായിരുന്നു ആദ്യ സംരംഭം. കഷ്ടപ്പാടിന്റെ വേദന ആവോളം അനുഭവിച്ചിട്ടുണ്ട്. അതിനാൽ പ്രയാസം പറഞ്ഞ് അക്കാലത്ത് മുന്നിലെത്തിയ യുവതിയെയും സഹായിയായി കൂടെ കൂട്ടി. ഇന്നവർ US-ൽ ബ്യൂട്ടീഷ്യനായി മാറിയതും ചരിതം. അവൾക്ക് ഹസ്ബൻഡ് ഇല്ല, 2 പിള്ളേർ മാത്രമുണ്ട്. ആ പിള്ളേരെ നോക്കാൻ എനിക്ക് ഹെൽപ്പ് വേണം എന്ന് ചോദിച്ച് വന്നായിരുന്നു. അപ്പം ഒന്നും അവൾക്ക് അറിയില്ല. ഞങ്ങൾ ഈ ബ്യൂട്ടീഷ്യൻ രീതിയിൽ ചെറിയ ഒരു ഹെയർ ചെറുതായിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരു രീതിയിൽ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ USA-ലാണ് അവൾ ഉള്ളത്. മുറബ്ബ, ഖുറൈസ്, അൽഖോബാർ എന്നിവിടങ്ങളിലെ ലുലു മാളുകളിലും മലാസ്, സാബിക് കോമ്പൗണ്ട് എന്നിവിടങ്ങളിലുമായി നിലവിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി 8 ശാഖകളാണ് അൽബീനിയക്ക് കീഴിലുള്ളത്. കോബാറിൽ വീണ്ടും 2 പുതിയ ശാഖകൾ കൂടി തുടങ്ങാനിരിക്കുന്നു. ഞങ്ങൾ ലുലുവിൽ പാർലർ തുടങ്ങുമ്പോൾ ഫൈനാൻഷ്യലി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും നന്നായിട്ട് സഹായിച്ചു. ലുലു മാനേജ്മെൻറ്റ് വളരെ ഹെൽപ്പ് ചെയ്ത്. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് 10 പേരെ സഹായിക്കുക എന്നുള്ളതാണ്. കഷ്ടപ്പെടുന്ന, ഹസ്ബൻഡ് ഇല്ലാതെ കടൻ ഭാരത്തിലുള്ള, കുട്ടികളെ നോക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള പല സ്റ്റാഫുകളും ഞങ്ങളുടെ അടുത്തിൽ വരാറുണ്ട്. സഹായം ചോദിച്ച് അവരെയൊക്കെ നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ കാശ് ഉണ്ടാക്കുക എന്നല്ലാതെ പലർക്കും ഹെൽപ്പ് ചെയ്യാന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. ജീവനക്കാരുടെ കഠിന പ്രയത്നവും വിജയവുമാണ് ബിസിനസിന്റെ വളർച്ചയ്ക്ക് കാരണമായത്.
സ്റ്റാഫ്സൊക്കെ എൻ്റെ അടുത്ത് ഒത്തിരി ഫ്രണ്ട്ലി ആണ്. അവരാണ് എൻ്റെ സ്ട്രെങ്ത് ആയിട്ടുള്ളത്. ഇവിടെ അൽബേനിയയിൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇവരാണ്. അൽബേനിയയുടെ വിജയവഴിയിൽ നിഴലായി മകൾ സ്റ്റെഫി സുരേഷ്, മകൻ സ്റ്റെഫാൻ, മരുമകൻ ഷക്കീൽ അലക്സാണ്ടർ, മരുമകൾ ഫെമില തുടങ്ങിയവരുമുണ്ട്. ഞങ്ങൾക്കിവിടെ അൽബേനിയയിൽ എല്ലാ വെറൈറ്റി സർവീസസും ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേമാതിരി വി ഹാവ് ഫേഷ്യൽ സർവീസസ്. നമ്മുടെ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഹൈ എൻഡ് സർവീസസ് വരെ നമുക്കിവിടെ ഫേഷ്യൽസ് അവൈലബിൾ ആണ്. Start working here since 2017, since in Rabwa, and I am great that I belong to Albania family for more than 8 years. ഹായ്, ഞാൻ അൽബേനിയയിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 2 വർഷത്തോളമായി. റിയാദിൽ തന്നെ ഏറ്റവും നന്നായിട്ട് ഐബ്രോസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. പിന്നെ ഫേഷ്യൽ ആയാലും എല്ലാ സർവീസും ഞങ്ങൾക്കുണ്ട്. ഹൈഡ്ര ഉൾപ്പെടെ എല്ലാ ഫേഷ്യലും സ്കിന്നെ നോക്കിയിട്ട് ഏറ്റവും നല്ല ഫേഷ്യൽ സെലക്ട് ചെയ്ത് നല്ല റിസൾട്ടാക്കി കൊടുക്കുന്നതിൽ നമ്മുടെ ടീം ഏറ്റവും മെച്ചപ്പെട്ടതാണ്. മരുന്നില്ലാതെ ബോഡി ഹീൽ ചെയ്യുന്ന നേച്ചുറോപ്പതി ചികിത്സക്കായി പ്രത്യേക സംവിധാനം അൽബേനിയയിൽ ഉണ്ട്. കുറേ ഫാമിലീസ് അവരുടെ വയസ്സായ പേരൻസിനെ ഇവിടെ കൊണ്ടുവരാറുണ്ട്. ചിലർക്ക് അവർക്കും നല്ലൊരു ഫേഷ്യൽ അല്ലെങ്കിൽ നല്ലൊരു പെഡിക്യൂർ, മാനിക്യൂർ അല്ലെങ്കിൽ നല്ലൊരു ബോഡി മസാജ് കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. ചില പിള്ളേർക്ക് അത് അവർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിലുള്ളവർക്കായാലും ഞങ്ങൾ അവർക്ക് അഫോർഡബിളായിട്ട് നല്ല എല്ലാ സർവീസും അവർക്ക് കൊടുക്കാനും ഫ്രീ ആയിട്ട് തന്നെ ഞങ്ങൾ കൊടുക്കാനും കൊടുത്തുകൊണ്ട് ഇരിക്കുന്നു. പക്ഷേ ആരായാലും നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ കൊണ്ടുവന്നാൽ മതി. ഞങ്ങൾ എല്ലാ സർവീസും അവർക്ക് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഡയറ്റ് പ്ലാൻ ഉണ്ട്, മെഡിക്കേഷൻ ഉണ്ട്, യോഗ ഉണ്ട്. ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എങ്ങനെ ഹെൽത്ത് വിത്തൗട്ട് മെഡിസിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മുടെ ഡോക്ടേഴ്സ് വിത്ത് ഫോളോ അപ്പ് ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ അൽബേനിയ ടീമിൽ ലൈക്ക് ഔട്ടർ ബ്യൂട്ടി മാത്രമല്ല അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, ഇന്നർ ബ്യൂട്ടി നമ്മുടെ ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതും കൂടെ ഇവിടെ അൽബേനിയ ടീം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സൗദിയിലെ വനിതകൾ കരുത്തു നേടുന്ന കാലമാണിത്. ഇവിടെ ഇന്ത്യൻ കഠിനാധ്വാനത്തിന്റെ പ്രത്യാശയുടെ വനിതാ സാധ്യതകളുടെ വഴി കൂടി പറയുകയാണ് സുനിത സുരേഷ്. എൻ്റെ ലൈഫിൽ ഇത്രയും ഞാൻ വീട്ടിൽ കയറി വരാൻ കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ്. വളരെ സപ്പോർട്ടായിരുന്നു. എൻ്റെ പിള്ളേരും നല്ല ഹെൽപ്ഫുള്ളാണ്. അവരും ഈ ഫീൽഡിൽ തന്നെ അവരും എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിരിക്കുന്നു. ലാഭമോഹത്തിനൊപ്പം മാത്രം പായുന്ന ഇന്നത്തെ ബിസിനസ് യുഗത്തിൽ സുനിത സുരേഷ് വേറിട്ടൊരു മാതൃകയാണ്. ആരും ഇറങ്ങാൻ മടിക്കുന്ന കാലത്ത് ഒറ്റയ്ക്ക് സൗദി മാർക്കറ്റിലിറങ്ങി നേട്ടങ്ങളുടെ കൈയടക്കത്തിന് കയ്യടി സ്വന്തമാക്കിയ ജീവിതകാലം. ഈ നേട്ടത്തിനാണ് മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച ബിസിനസ് എക്സലൻസ് അവാർഡിൽ വുമൺ എന്റർപ്രീനർ ഓഫ് ദി ഇയർ പുരസ്കാരം അവരെ തേടിയെത്തിയത്. Women Entrepreneur of the Year, and the award goes to Miss Sunita Suresh, founder and owner of Albania. സ്റ്റേജിൽ വെച്ച് പിന്തുണച്ചവരോടെല്ലാം നന്ദി. അംഗീകരിച്ച് അവാർഡ് തന്ന് മീഡിയ വണ്ണിന് നന്ദി പറയുന്നു. എല്ലാ മാർക്കറ്റ് ലീഡേഴ്സിന് മുന്നിൽ ഈ അവാർഡ് ലഭിച്ചതിന് വളരെ സന്തോഷമുണ്ട്. സൗദിയിലെ അവസരങ്ങൾ ചോദിച്ചവരോട് അത്ര ഓപ്പൺ ആകാത്ത കാലത്ത് ഇവിടെ അടയാളപ്പെടുത്തിയ 3 അക്ഷരത്തിന്റെ പേരാണ് സുനിത. അവരിലൂടെ പിറന്ന അൽബേനിയ പ്രവാസികൾക്കും അഭിമാനമായ ബ്രാൻഡായി മുന്നിൽ നിൽക്കട്ടെ.